ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ഫെയിൽ ബെറ്റർ. അപ്പൊ ഇവിടെ പറയാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ തന്നെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ടോ. കുളിച്ച് മാറ്റി ഓഫീസിൽ കയറാൻ നേരത്തെ ദിലീപ് പറഞ്ഞാ നമ്മളെ പാഴ്സൽ വന്നു. പാഴ്സല് വേറൊന്നല്ല, നമ്മളെ സഞ്ജുവിന്റെ നേതൃത്വത്തിൽ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒറിജിനൽ ബാഡ്മിന്റൺ റാക്കറ്റ്. അങ്ങനെ വേണം പറയാന്ന് പ്രത്യേകം പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ ബാഡ്മിന്റൺ മാനിയ എന്ന പേജ് നാട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത്. ഓലെന്നെ സേഫ് ആക്കിയിട്ട് നമുക്ക് ബഹറിലേക്ക് ഡെലിവറി ചെയ്തു കേട്ടോ. വെച്ചാൽ 13,000 കൊടുത്ത് വാങ്ങിയ സാധനം. അപ്പൊ നമ്മള് വില കളയാനായിട്ട് ഷട്ടിൽ ബാറ്റിനൊന്നും പറയരുത്, ബാഡ്മിന്റൺ റാക്കറ്റ് തന്നെ പറയണം. പൈസ കുറച്ച് കൊടുത്താലെന്ന് നല്ല അടിപൊളി സാധനമായിട്ട് എല്ലാവരും കിട്ടുന്നത്. സംഭവം ബാറ്റ് നല്ല അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് കേട്ടോ. നമ്മൾ ഈ കാര്യമൊന്നും പോരാളിനോട് പറഞ്ഞില്ല കേട്ടോ. അമ്മയെങ്ങാനും പറഞ്ഞ ആകെ വിഷയം എക്സ്പെൻസീവ് കാര്യങ്ങൾ വീട്ടിൽ സൊല്ലാതിരിക്കരുതാ നമുക്ക് ബെറ്റർ. തമിഴ് സംസാരിക്കണ്ടല്ലോ. അപ്പൊ അടുത്ത വീട് തമിഴ്. ഓരോ ബാറ്റിനും അതിന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ. പക്ഷെ അതൊന്നും നോക്കാൻ അറിയാത്തോണ്ട് ഞാൻ നല്ല പേര് നോക്കിയിട്ട് വാങ്ങി. ബൈദുബായി ആ പേര് എനിക്ക് ഓർമ്മയില്ല മക്കളെ. മാമനോടൊന്നും തോന്നല്ലേ. ബാറ്റൊക്കെ കിട്ടിയല്ലേ പിന്നെ ഒരു നിമിഷം നമ്മൾ പാഴാക്കിയില്ല. തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത കോർട്ടും ബുക്ക് ചെയ്തിട്ട് നേരെ കളിക്കാനുള്ള പരിപാടി. ഇതുപോലെ നമ്മളെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ പെറുക്കിയിട്ടിട്ട് ചെക്കന്മാര് സെറ്റാക്കിയിട്ട് നേരെ വിട്ടുട്ടോ കോർട്ടിലേക്ക്. എല്ലാവർക്കും ഒരേ വാറ്, പുതിയ ബാറ്റ്, പുതിയ ഷൂ. ഞാൻ പറഞ്ഞില്ലേ, കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലായത്. ഷൂവും ബാറ്റും ഒന്നല്ല കാര്യം, നമുക്ക് കളിക്കാൻ അറിയണം, അതാണ് വിഷയം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും കുറച്ചൊക്കെ മെച്ചപ്പാടുണ്ട്. അതിപ്പോ എനിക്കും തോന്നുന്നുണ്ട്. പോകെ ശരിയാവുമല്ലോ. എന്തായാലും അതിന്റെ മുന്നേ പേര് കളി നിർത്താതിരുന്നാൽ മതിയെന്ന്. നമ്മുടെ പോയിന്റ് നില എന്തായാലും രണ്ടക്കം കാണാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ആശ്വാസമായത് കേട്ടോ. പിന്നെ ഇവന്മാര് കാണുന്ന പോലെ നല്ല ഒടുക്കത്തെ സപ്പോർട്ടാണ്. എന്ത് നടന്നാലും കട്ടയ്ക്ക് സപ്പോർട്ടാണ്. കണ്ടോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പറഞ്ഞു വന്ന വേറൊന്നല്ല, ഇപ്പത്തെ കളി വെച്ച് നോക്കുമ്പോ കമ്പാരിറ്റീവ്ലി എനിക്ക് നല്ല മാറ്റം ഉണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? നേരത്തെ പറഞ്ഞ മാതിരി ഫെയിൽ അഗൈൻ, ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ഫെയിൽ ബെറ്റർ. പിന്നെ കളിക്കാരനോരങ്ങനെ പലതും ചെയ്യും. അതൊന്നും കണ്ട് നമ്മൾ തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നേറുക, അതാണ് വേണ്ടത്. എന്ന് വെച്ചാൽ അറിയാത്തത് അറിയണവരോട് ചോദിച്ചു പഠിക്കുക, അല്ലെങ്കിൽ നോക്കി പഠിക്കുക. അത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു തേങ്ങി നടക്കൂല. പിന്നെ നമ്മളെ ബാറ്റ് അതാണെങ്കിൽ വിഷയം വരും. ഇന്നത്തെ താത്വികാവലോകനവും പട്ടിഷോ ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.